കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പച്ചക്കറിയൊക്കെ മേടിക്കാൻ സുഭാഷ് പോണ്. അപ്പോൾ സുഭാഷിനോട് പുറത്ത് പോകണ്ടെന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നി, ഞാൻ മാറി നിന്നു. എനിക്ക് വരണമെന്ന് തോന്നി, ഞാൻ വന്നു. അത്രേ ഉള്ളൂ. നാട്ടുകാരും എൻ്റെ കാര്യം അന്വേഷിക്കേണ്ട. വാടുന്ന കേശ നീയും കൂടെ എൻ്റെ കൂടെ പോരുന്നു. ആ ശരി ചേട്ടാ, ഞാൻ പോയി ഷെയ്ക്ക് കുടിച്ചിട്ട് വരാമെന്ന് പറയും. പിന്നെ നിനക്ക് ഇങ്ങനെ ഉണ്ടമ്പൊരു വാങ്ങിത്തരാം. നിങ്ങളൊരു ചേട്ടനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ചേട്ടനും അനിയനും കൂടെ തല്ലി പിടിച്ച് പോകുന്നു. അതിനുശേഷം വഴിയിൽ വെച്ച് ഒന്ന് രണ്ട് പേരൊക്കെ സുഭാഷിനെ കളിയാക്കും. അപ്പം അതിന് നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് അനിയനും ചേട്ടനും കൂടി. അതിനുശേഷം പിന്നെ വെല്ലിച്ചനെ കാണുന്നുണ്ട്. അപ്പോൾ വെല്ലിച്ചനോട് ചോദിക്കും, വെല്ലിച്ച ഞാനിങ്ങനെ ഒരു അബദ്ധം ചെയ്തതാണ്. ആ പറയണ്ട, കത്തിലുണ്ടായിരുന്നു, കത്ത് ഞങ്ങൾ വായിച്ചെന്നറിയും. വെല്ലിച്ചൻ വന്നതിൽ വെല്ലിച്ചനും അമ്മായിയും വന്നതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരാപത്ത് വന്നപ്പോൾ അന്വേഷിച്ചെന്നുള്ളൂ, അത് വലിയ കാര്യമൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞാൽ അയാൾ വീണ്ടും പോകും. വെല്ലിച്ച ഞാൻ എൻ്റെ ജാതകം നോക്കിയപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ തറവാട്ടമ്പലത്തിൽ പോയി ഒന്ന് വഴിപാട് കഴിക്കണമെന്ന് 4 ജ്യോത്സ്യന്മാരും പറഞ്ഞെന്ന് പറയും. തറവാട്ടമ്പലം എവിടെയെന്ന് അച്ഛൻ അറിയില്ല, വെല്ലിച്ചനൊന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ, അതെ ഒന്നങ്ങോട്ട് വന്ന് അന്വേഷിച്ചെന്ന് ചോദിച്ചിട്ട് കൂടുതൽ സ്നേഹമൊന്നും കാണിക്കാൻ വരുമൊന്നും വേണ്ട, എന്നെ അതിന് കിട്ടത്തേ ഇല്ല. ഒട്ടി വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ തറവാട്ടമ്പലത്തിൽ പോയി നിങ്ങൾ ആ തറവാട് സ്വന്തമാക്കാൻ നോക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ പോകും. ഇതെന്ത് മനുഷ്യൻ, ഇയാൾ വന്നത് അഭിനയമായിരിക്കുമോ അപ്പോൾ എന്ന് നികേഷ് ചോദിക്കും. പറയും, അല്ലടാ വന്നത് ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും, പക്ഷേ നമ്മൾ തറവാട്ടമ്പലത്തിൽ പോയി നമ്മൾ തറവാട്ടമ്പലമായി നമ്മൾ ഇണ ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്നിച്ച് സഹകരിച്ച് അമ്പലം ആൾക്കാരായിട്ട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ആ തറവാട് നമുക്ക് തരേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ്. പണത്തിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയടാ എല്ലാവരും എന്ന് പറയും. നമ്മൾ തറവാട്ടമ്പലത്തിൽ പോകാൻ നമുക്ക് യോഗ ഉണ്ടെങ്കിൽ നമ്മളവിടെ ആര് തടഞ്ഞാലും നമ്മളുടെ മുന്നിൽ അമ്പലം തെളിയും, നമ്മൾ പോകുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് ശരിയെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചാന്ദിനിയാണ്. ചാന്ദിനി കരഞ്ഞുകൊണ്ട് അവിനാശിനോട് പറയുന്നത് പോകൂല എന്നൊക്കെ. അപ്പോൾ നമ്മുടെ സുഭാഷ് ചെന്ന് കാര്യം അന്വേഷിക്കുമ്പോൾ നാട്ടിലൊരു കല്യാണാലോചന, അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഇഷ്ടമില്ലാണ്ടായപ്പോൾ സഹോദരൻ്റെ അടുത്തേക്ക് ഓടിപ്പോന്നതാണ്. ഇപ്പോൾ അവർ ചാന്ദിനി ഇവിടെ ഉണ്ടെന്ന് അവർ അറിഞ്ഞ്, അപ്പോൾ അവർ അന്വേഷിച്ച് വരുന്ന ഒരു ഗുണ്ടേനി ആള്, അതുകൊണ്ട് തന്നെ പോകില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നോക്കുമ്പോൾ സുഭാഷ് പറയൊരു കാര്യം ചെയ്യും, അവിനാശിൻ്റെ വീട്ടിൽ വരുമ്പോൾ കാണാണ്ടാകുമ്പോൾ അവർ തിരിച്ചു പോയിക്കോളും, ഈ ചാന്ദിനെ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിർത്തിക്കോ, അവിടെ നിധി ഉള്ളതല്ലേ, ഞാൻ അവിടെ വിളിച്ച് പറയാമെന്ന് പറയും. അങ്ങനെ അവർ സമ്മതിക്കും. അതിനുശേഷം നിധി തുണികളൊക്കെ കഴുകിയിടുന്നു. അപ്പോൾ നമ്മുടെ ഹരീഷ് പുറത്തേക്ക് പോണ്. ഏട്ടത്തി ഇന്ന് ഏട്ടത്തി പോണില്ലേന്ന് ചോദിക്കും ജോലിക്ക്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ. ഓ ഞാൻ മറന്നു ഏട്ടത്തി എന്ന് പറയും. നീ വല്ലതും കഴിച്ചോന്ന് ചോദിക്കും. ഇല്ല ഏട്ടത്തി ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറയും. സുധീഷേട്ടൻ പോരുന്നുണ്ട് എൻ്റെ കൂടെ കടയിലേക്ക്. ഞാനില്ലടാന്ന് പറയും. അതെന്താ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഓ അങ്ങനെ വായ നോക്കി ഇരുന്നോ, അത്രേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഉള്ളൊരു ഓട്ടോ വരുന്നത് കാണാം. അപ്പോൾ ഓട്ടോ ഒന്ന് ചാന്ദിനിയും അതുപോലെ തന്നെ അവിനാശ് ഇറങ്ങിയിട്ടുണ്ട്. സുഭാഷ് ഏട്ടൻ വിളിച്ചിരുന്നോന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയും. എൻ്റെ ചാന്ദിനിനെ ഇവിടെ കുറച്ച് ദിവസം നിർത്താനെന്ന് പറയും. ഇവിടെയോന്ന് ചോദിക്കും. അപ്പോൾ ഇതിന് സുധീഷിൻ്റെ ഫോണിലേക്ക് സുഭാഷ് വിളിക്കും. എത്ര നേരമായിട്ട് നിന്നെ ഫോൺ വിളിക്കും, നീ എന്തെടുക്കാത്തതെന്ന് ചോദിക്കും. ഇല്ലേട്ടാ ഞാനിവിടെ പുറത്തായിരുന്നു എന്ന് പറയും. അതെ ചാന്ദിനി വരുന്നുണ്ട്, അവൾക്ക് കുറച്ച് ദിവസം അവൾ അവിടെ നിർത്തണം എന്ന് പറയും. ഇവിടെയോന്ന് ചോദിക്കും. നീ നിധിയിൽ ഫോൺ കൊടുത്തേന്ന് പറയും. അങ്ങനെ നിധിനോട് സുഭാഷ് ഏട്ടൻ കാര്യങ്ങളൊക്കെ പറയും. കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ, പറഞ്ഞ പോലെ ചെയ്യാൻ പറയും. ചാന്ദിനി ഇവിടെ നിന്നോ, ഞാൻ 2-3 ദിവസത്തെ കാര്യമുള്ളൂ, ചാന്ദിനിക്ക് കൂടുതൽ ഞാൻ ലീവ് എടുത്തിട്ടിരിക്കുകയെന്ന് പറയും. അപ്പോൾ ബയ്യനോട് സുധീഷ് പറയും, ബയ്യ പൊക്കോ, ചാന്ദിനിനെ ഞങ്ങൾ നന്നായി നോക്കിക്കോളാം, ഇവിടെ ആരും വന്ന് ചാന്ദിനിനെ പിടിച്ചുകൊണ്ട് പോകുന്നില്ല, ഒട്ടും പേടിക്കേണ്ട, കൂൾ ഡൗൺ എന്നൊക്കെ പറഞ്ഞയക്കും. അപ്പോൾ സുധീഷിനോട് നമ്മുടെ നിധി പറയും, അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് നോക്കണ്ട കേട്ടോ, എനിക്കറിയാം നോക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് തിരിച്ചു പോകും. ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സുധീഷും സുഭാഷും കൊണ്ട് വർത്താനം പറഞ്ഞു വരുന്നു. അപ്പോൾ ചാന്ദിനിയുടെ കാര്യം പറയുന്നുണ്ട്. ചേട്ടന് ചാന്ദിനിയോട് ചെറിയൊരു സ്നേഹമുണ്ടോ, പ്രേമം പോലെയൊക്കെ എന്നറിയും. ഇപ്പോൾ അവിടെ നിർത്തിയേട്ടവനെ, എനിക്ക് ആ പെൺകുട്ടി അനിയത്തിയെ പോലെ ഉണ്ടാ, നിൻ്റെ പോലെ ഒന്നല്ല എന്ന് പറഞ്ഞാൽ. നിങ്ങളെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടമായല്ലോ മനുഷ്യ, നിങ്ങൾക്ക് ഒന്നും തോന്നില്ല, ഒന്നുമില്ല എന്ന് പറയും. അവളെ വീട്ടിൽ അവൾക്കൊരു കല്യാണാലോചന വന്നത് കൊണ്ടാ അവരിങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരു ഗുണ്ടേനി, പിന്നെ പണമുള്ളത് കൊണ്ട് അവളെ വീട്ടുകാരെ അയാൾക്ക് പിടിച്ചു കൊടുക്കാൻ നോക്കണ്. ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ജീവിതം കളയണ്ടല്ലോ, പാവം ആ പെൺകുട്ടി എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സഹായിച്ചത്. 3-4 ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് അത് പോകും എന്ന് പറയും. അപ്പോൾ വഴിയിൽ കൂടെ ഒരു സുന്ദരിയായ ഒരു പെണ്ണ് പോകണമെന്നുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടൻ നോക്കില്ലേന്ന് ചോദിക്കും. നോക്കും, സാധാരണ എല്ലാവരും നോക്കണ പോലെ ഞാനും നോക്കും. എന്നിട്ട് അതിനോടൊരു ഇഷ്ടം തോന്നൂലേ? ഇല്ല, പോടാ അവിടെ നിന്ന്, നീ വൃത്തികെട്ടവനെന്ന് പറയും. മനുഷ്യ, ഈ നിലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം ജമ്മത്ത് നടക്കൂല കേട്ടാ എന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ നികേഷിനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ആ സുന്ദരി വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ നികേഷ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ വന്നിട്ട് ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. നികേഷ് പഠിക്കുന്ന കോളേജിലല്ല പെൺകുട്ടി പഠിക്കുന്നത്. അപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അന്ന് ചിരിച്ചത് എന്നോടാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ നികേഷിന് ഭയങ്കര സന്തോഷമാവണം. നികേഷിന് അങ്ങനെ ഒരു ലൈൻ സെറ്റ് ആവണ ഒരു ഭാഗമാണ് കാണിക്കുന്നത്.
പിന്നീട് പ്രമോ ഭാഗത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ തറവാട്ടമ്പലം ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്തില്ലല്ലോ വെല്ലിച്ചൻ. അപ്പം നമ്മുടെ സുധീഷിൻ്റെ ട്രിക്ക് എങ്ങാണ്ടാണ് ആ വന്ന പണിക്കരിൽ ഒരാൾ വന്നും കഴിഞ്ഞിട്ട് അയാളെ എടുത്തുകൊണ്ടറിയും തറവാട്ടമ്പലം ചോദിച്ചപ്പോൾ ഇതങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ലല്ലേ, നിങ്ങൾ മര്യാദയ്ക്ക് തറവാട്ടമ്പലവും അമ്പലം ഇരിക്കുന്ന വഴിയും പൈതങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പം പറയില്ല എന്ന് പറയും. അപ്പോൾ ആകെ പേടിക്കും വെല്ലിച്ചൻ, ആകെ തൊഴുത് കൈ പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. തിങ്കളാഴ്ച എപ്പിസോഡിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.